ഇനി ഇങ്ങനത്തെ തേർഡ് റേറ്റ് പരിപാടിയായിട്ട് ഇറങ്ങുമ്പോൾ വാടകയ്ക്ക് എടുക്കുന്ന ഡ്രമ്മായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പക്ഷെ ഇത് തമാശയ്ക്ക് എടുക്കേണ്ട ഒരു കാര്യമല്ല. കേരളത്തിൽ പലയിടങ്ങളിലും ഇതുപോലെ ബിജെപിക്ക് ശക്തിയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ബിജെപിയുടെ വാർഡ് മെമ്പർമാരുള്ള വാർഡുകളിൽ ഇതുപോലുള്ള ചില സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പള്ളിയോ പള്ളിക്കാരോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത. എന്നാൽ CPM കഞ്ചാവ് കൊടുത്ത് വളർത്തിയ പിള്ളേര് സെറ്റ് ഇതുപോലുള്ള പല ഇടങ്ങളിലും ചെന്നിട്ട് പല വീടുകളും കയറി കരോൾ സംഘം എന്നുള്ള പേരിൽ 100, 200, 300 രൂപയൊക്കെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതിനെ ചോദ്യം ചെയ്യാൻ നാട്ടുകാർ ചെന്നപ്പോഴാണ് അത് ബിജെപിയും കരോൾ സംഘവുമായിട്ടുള്ള സംഘർഷമായിട്ട് ഇവർ ചിത്രീകരിക്കും. ആൾക്കാരുണ്ടാവും, ചിലത് തെറ്റെല്ലാം ചെയ്യും. അതെല്ലാം ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിവെക്കുന്ന ഒരു പോളിറ്റിക്സ് ചെയ്യുന്നത് കോൺഗ്രസും CPM അല്ലേ. അങ്ങനെ ക്രിസ്മസിന്റെ കേക്ക് കൊടുപ്പും കേക്ക് എടുപ്പും എല്ലാം ഇന്നലത്തോടുകൂടി കഴിഞ്ഞു. കേക്ക് പല സ്ഥലത്ത് നമ്മൾ കൊടുത്തു, പല സ്ഥലത്തുനിന്ന് നമ്മൾ പലതും തട്ടിപ്പറച്ചു. നമ്മൾ അവരെ അടിച്ചിരുത്തുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ ക്രിസ്മസ് വിഷസ് ഇന്ത്യയിലെ എല്ലാ ക്രിസ്മസ് ആഘോഷിക്കുന്ന സ്പെഷ്യലി ക്രിസ്ത്യാനികൾക്കും അതല്ലാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ക്രിസ്മസ് വിഷസ് പറഞ്ഞു. കൂട്ടത്തിൽ ഡൽഹിയിലുള്ള ക്രിസ്ത്യൻ ചർച്ചിൽ തന്നെ പുള്ളി പോയിട്ട് അവിടെ സെലിബ്രേഷനിൽ പങ്കെടുത്തു. കുർബാന കൂടുന്ന സമയത്ത് പുള്ളി ബൈബിൾ വരെ തൊട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. On this holy and joyful festival of Christmas, we thank God for bringing us together in fellowship, hope and thanksgiving. May the light of Christ, who came into the world to dispel darkness, guide our leaders, bless our church and bring peace, justice and goodwill to our nation and the world. Once again, we warmly welcome you all and wish everyone a blessed and joyous Christmas. Lord God, heavenly King, Almighty God and Father, we worship you, we give you thanks, we praise you for your glory. Lord Jesus Christ, only that he would lead this nation in the paths of truth, of justice, of righteousness, and Lord, that you would bless him. Amen. എല്ലാം ശുഭം സുന്ദരമായിട്ട് കഴിഞ്ഞു. ഇതേ സ്ഥാനത്ത് പുള്ളിയുടെ തന്നെ പാർട്ടിയുടെ സ്ലീപ്പർ സെല്ലുകൾ അപ്പുറത്തുനിന്ന് ക്രിസ്ത്യാനികളെ ഈ പറഞ്ഞ പള്ളികളിലും മറ്റ് എന്താ പറയുക മോളുകളിലും സ്കൂളുകളിലും ഒക്കെ അടിച്ച് പായിപ്പിച്ച് പുറത്താക്കി. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ലീവ് കൊടുക്കാണ്ടിരുന്നു. പകരം വാജ്പേയിയുടെ ഓർമ്മ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ ആചരിച്ചു. അങ്ങനെ പോയി. നമ്മൾ ഈ എന്താ പറയുക ഇറാൻ യുദ്ധം വരുന്ന സമയത്ത്, ഇറാൻ ഇസ്രായേൽ യുദ്ധമൊക്കെ വരുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇറാൻ ഈ ഹിസ്ബുള്ളിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ട് അല്ലേ. അതായത് ഹിസ്ബുള്ള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ സ്ലീപ്പർ സെല്ലുകളാണ്. ഹിസ്ബുള്ള ഒരു തീവ്ര സംഘടനയായിട്ട് നിങ്ങൾ കാണുമ്പം അതേ ഇറാനാണ് അവരെ കാശ് കൊടുത്തും ഇത് കൊടുത്തുമൊക്കെ നമ്മൾ ഇങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഈ സംഘപരിവാറിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ RSSൻ്റെ പാർട്ടിയാണല്ലോ BJP. രാഷ്ട്രീയം ഇല്ലാത്ത RSSൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ഈ പറഞ്ഞ BJP മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്ന സ്ലീപ്പർ സെല്ലുകളാണ് വിശ്വ ഹിന്ദു പരിഷത്തും സംഘപരിവാറും ബജ്രംഗ് ദളും അതുപോലെ രാമസേനയും വാനരസേനയും എല്ലാ ശിവസേനയും ഒക്കെ അതിൽപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇത്തരം സ്ലീപ്പർ സെല്ലുകളെ വെച്ചിട്ട് ഈ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെയും അടിക്കുക പിടിക്കുക കൊല്ലുക എല്ലാ പരിപാടിയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അതെന്താ BJP നിങ്ങൾ ഇങ്ങനെ ചെയ്ത്, അയ്യോ ഞങ്ങളെ ആരുമല്ല, ഞങ്ങൾക്ക് അറിയൊന്നുമില്ല. എന്ത് വിശ്വ ഹിന്ദു പരിഷത്ത്, എന്ത് ബജ്രംഗ് ദൾ, എന്ത് RSS എന്ത് വിശ്വസേന, എന്ത് സേന എന്ന് ചോദിക്കുന്ന സെയിം പരിപാടിയാണ് ഇപ്പം നമ്മുടെ BJP നമ്മുടെ നാട്ടിൽ ചെയ്യിക്കുന്നത്. കാരണം ഇന്നലെ രാജീവ് ചന്ദ്രശേഖരനോട് അല്ല ഇന്ത്യയിൽ മൊത്തം ഇങ്ങനെ അടി നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഇവന്മാരെ പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരന് വട്ടുള്ള പല ആൾക്കാരും പലതും ചെയ്യും. പക്ഷേ ഈ വട്ടന്മാരെ കൊണ്ട് തന്നെ ഈ പണിയൊക്കെ എടുപ്പിക്കുന്നത് ഈ വലിയ വട്ടനാന്നുള്ളത് അല്ലെങ്കിൽ വലിയ വട്ടനെ പോലത്തെ നേതാക്കന്മാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ആ ഒരു ക്ലിപ്പ് കണ്ടിരുന്നു നിങ്ങൾ? അല്ല, ഇന്നലെ നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞത് കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നു. 10 കൊല്ലം ഭരിച്ച് അദ്ദേഹം ഭരിച്ച ഒരു നാടിൽ ഇന്നാണ് അയാൾക്ക് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പറയാൻ ഒരു അവസരം. എന്താ സംഘ് ഇതാണ് ക്രിസ്മസിന് സമയം പറയേണ്ടത്. ഞാൻ 10 കൊല്ലം ഭരിച്ചു, വട്ടുള്ള ആൾക്കാരുണ്ടാവും, ചിലത് തെറ്റെല്ലാം ചെയ്യും. അതെല്ലാം ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിവെക്കുന്ന ഒരു പോളിറ്റിക്സ് ചെയ്യുന്നത് കോൺഗ്രസും CPM അല്ലേ.
അല്ല ഇത് നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ ക്രിസ്മസ് ആണ്. നമ്മൾ വിവാദത്തെ കുറിച്ച്, ഈ പൊളിറ്റിക്കൽ രാഷ്ട്രീയ വിവാദത്തെ കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യേണ്ട. അതിന് എത്ര സമയമുണ്ട്? ഇലക്ഷന്റെ മുമ്പ് ഇത് ചെയ്യുന്നത് ഒരു പഴയ രീതിയാണ്, പഴയ തന്ത്രങ്ങളാണ്. ആര് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പുള്ളി പറഞ്ഞിട്ടുള്ളത്. പുള്ളി പറഞ്ഞത് കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായി തോന്നി. വട്ടന്മാരൊക്കെ ചെയ്യും, വട്ടന്മാരെല്ലാം ഈ ഒരു പാർട്ടിയുടെ സ്ലീപ്പർ സെല്ലുകൾ തന്നെയാണല്ലോ എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ വട്ടന്മാർ വളർന്നു വന്നിട്ടാണ് വലിയ വലിയ നേതാക്കന്മാരാവുന്നത്. ഇവരുടെ ഈ പറഞ്ഞ BJP യുടെ നേതാക്കന്മാരാവുന്നത് ഈ പറഞ്ഞ വട്ടന്മാർ VHP എന്നും മറ്റേ ബജ്രംഗദൾ എന്നും RSS എന്നും സംഘപരിവാറെന്നും ഒക്കെ ഇങ്ങനെ വലിയ മൂത്ത വട്ട് വരുമ്പം അവർ BJP യുടെ വലിയ നേതാക്കന്മാരാവും. നമ്മുടെ രാജ്യം ഭരിക്കും, നമ്മുടെ നാട് ഭരിക്കും, എല്ലാം ഭരിക്കും, അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ വളരെ സിമ്പിളാണ്. പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. പുള്ളിനെ കുറ്റം പറയാനൊന്നുമില്ല കാര്യത്തിൽ. ഇനി ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി വിശ്വസ് പറഞ്ഞ് നിങ്ങൾ കേട്ടിരുന്നു. പ്രധാനമന്ത്രി വിശ്വസ് പറയുന്നതിൻ്റെ കൂടെ തന്നെ ക്രിസ്മസിനെ പറ്റി പറഞ്ഞു. കൂട്ടത്തിൽ പ്രധാനമന്ത്രി 1-2 ആളുകളുടെ ജന്മദിനത്തിനെ പറ്റി സംസാരിച്ചു. നമ്മൾ യു പി ഗവൺമെന്റ് എന്താ ചെയ്തത്? അതായത് ക്രിസ്മസിന് ലീവൊന്നും വേണ്ട, പകരം വാജ്പേയിയുടെ ബർത്ത്ഡേ ദിനമായതുകൊണ്ട് നമ്മൾ അത് ആചരിക്കും എന്നാ പറഞ്ഞത്. നമ്മുടെ ഷൊണ്ണൻ, നമ്മുടെ നാട്ടിലെ പബ്ലിക് ക്ലോസറ്റിൽ നിന്നുണ്ടായിട്ടുള്ള നമ്മുടെ ഷൊണ്ണനും അത് തന്നെയാണ് പറഞ്ഞത്. അതിൽ തെറ്റൊന്നും പറയാനില്ല എന്നാ പറഞ്ഞത്. അത് ഷൊണ്ണന്റെ ഇരട്ടത്തന്ത അല്ലെങ്കിൽ ഡബിൾ ഡാഡി സിൻഡ്രം അവിടെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മത്തം കുത്തിയാൽ പിന്നെ കുമ്പളം മുളയ്ക്കൂല്ലോ അല്ലേ, മത്തം തന്നെയല്ലേ മുളയ്ക്കുള്ളൂ. അപ്പോൾ പിന്നെ അതിൽ കുറ്റം പറയാനൊന്നുമില്ല. അപ്പം ആ ഒരു അജണ്ട, ഇത്രയും കാലം അങ്ങനത്തെ ഒരു പ്രശ്നം, ക്രിസ്മസിന്റെ അന്ന് ലീവ് കൊടുത്ത് തന്നെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയത്. ആദ്യമായിട്ട് ഈ കൊല്ലം അത്തരത്തിൽ അല്ലെങ്കിൽ ലീവ് കൊടുക്കേണ്ട പകരം വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി മക്കളെ നിങ്ങളെല്ലാവരും സ്കൂളിലോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ UP ഗവൺമെന്റിനെ നമ്മൾ കണ്ടു. അപ്പം ഈ ഒരു പുതിയ അജണ്ട അല്ലെങ്കിൽ ഇത്രയും കാലമില്ലാത്ത ആ ഒരു സംഭവം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. അത് പ്രധാനമന്ത്രി തന്നെ ഇന്നലെ അയാളുടെ വാഗോണ്ട് പറയും കൂടെ ചെയ്തപ്പം നിങ്ങൾ കണ്ടോ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഇപ്പൊ UP മാത്രമാണ് ക്രിസ്മസിന്റെ ലീവ് മാറ്റിയിട്ട് വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം മുതൽ ഈ രാജ്യത്തെ BJP ഭരിക്കുന്ന ഏറ്റവും മിനിമം 5-ൽ കുറയാത്ത സംസ്ഥാനങ്ങൾ ഇതേപോലെ ക്രിസ്മസിന്റെ ലീവ് മാറ്റിയിട്ട് അതിന് പകരം വാജ്പേയിയുടെ ജന്മദിനമായിട്ട് ആഘോഷിക്കാൻ പിള്ളേരെ സ്കൂളിലോട്ട് വിളിച്ചിരിക്കും. അതിന്റെ തുടക്കം ചെയ്തത് UP എന്നാണെങ്കിൽ അല്ലെങ്കിൽ UP യോഗി ആണെങ്കിൽ അത് അജണ്ട എന്ന് പറഞ്ഞത് RSSന്റെ അജണ്ട, അതല്ലെങ്കിൽ BJPയുടെ അജണ്ടയാണ്. അത് പച്ചക്ക് ഇന്നലെ മോദിയും നമ്മുടെ മുമ്പിലോട്ട് പറഞ്ഞു. ക്രിസ്മസ് മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ഇങ്ങനത്തെ പരിപാടികളും കൂടെ ഉണ്ട് എന്നുള്ളത്. നമുക്കൊന്ന് കേട്ടിട്ട് വരാം. मैं देश और दुनिया को क्रिसमस की शुभकामनाएं देता हूं. भारत में भी करोड़ों ईसाई परिवार आज उत्सव मना रहे हैं. क्रिसमस का ये उत्सव सभी के जीवन में खुशियां लाए, ये हम सभी की कामना है. साथियों, 25 दिसंबर का ये दिन देश की 2 महान विभूतियों के जन्म का अद्भुत सुयोग लेकर भी आता है. भारत रत्न अटल बिहारी वाजपेयी जी, भारत रत्न महामना मदन मोहन मालवीय जी, इन दोनों महापुरुषों ने भारत की अस्मिता, एकता और गौरव की रक्षा की. നിങ്ങൾ കേട്ടല്ലോ, വാജ്പേയി മാത്രമല്ല മദൻ മോഹൻ മാളവ്യയുടെയും ജന്മദിനമാണ് ഡിസംബർ 25 എന്നുള്ളത്. മദൻ മോഹൻ മാളവ്യ 1861 ജനിച്ച് 1800കളിൽ താമസിച്ച നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പം നമ്മൾ അയാളുടെ ചരിത്രം അല്ല പുള്ളിയുടെ ചരിത്രവും കാര്യം നമ്മളിപ്പം പറയുന്നില്ല. അതൊക്കെ എന്താ പറയുക, ഇപ്പം നമ്മൾ അതിനല്ല നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇത്രയും കാലം ഈ പറഞ്ഞ ഇവരുടെ ജന്മദിനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൊല്ലങ്ങളായിട്ടുള്ള കാര്യമാണ്. എനിക്കൊന്ന് വാജ്പേയി 1924 ജനിച്ചത്. 1924 വാജ്പേയിയുടെ ജനനം. അപ്പം ആ ഒരു കാര്യം 24-34 ഓക്കെ എന്താവട്ടെ, ഈ ഒരു കാര്യം ഇത്രയും കാലം ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ സ്മരിക്കാറുണ്ട്. കുറേ ആൾക്കാർ അത് സ്മരിച്ച് വിട്ടുപോകുന്ന ഒരു കാര്യം, അത് ഇനി സ്കൂളുകളിലോട്ട് ഈ ക്രിസ്മസിന്റെ മേലെ അത് വെച്ച് കെട്ടി ലീവ് കട്ട് ചെയ്തിട്ട് മാറ്റണം എന്നുള്ള ഒരു അജണ്ട UP തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ, അടുത്ത ഒരു 1-2 വർഷം ക്രിസ്മസ് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞത് BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറഞ്ഞ സംഭവം എത്തും. ക്രിസ്മസിന്റെ ലീവ് സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയിലോട്ട് ഇന്ത്യനെ മാറ്റും. അതിന്റെ ഒരു തുടക്കം എന്നാണ് നിങ്ങളിത് കണ്ടാൽ മതി. ഇപ്പം BJP RSS ഗവൺമെന്റ്
ഏതൊരു കാര്യം നമ്മുടെ നാട്ടിൽ മറ്റുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൊണ്ടുവരണമെങ്കിൽ അവർ ആദ്യം ചെയ്യുന്നത് എന്താണ്? എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് എത്ര പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല അവർ അത് ആദ്യം പരീക്ഷിക്കും. അത് കഴിഞ്ഞ് അവർ അടുത്ത അവരുടെ സ്റ്റേറ്റിലോട്ട് അവർ പരീക്ഷിക്കും. അതങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഏത് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഏത് നിയമം ഇല്ലാണ്ടാക്കുന്നതൊക്കെ BJPയുടെ ഒരു തന്ത്രം അത് തന്നെയാണ്. അത് വളരെ സിമ്പിളായിട്ട് ഒരു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് തോന്നും ഇതിൻ്റെ ഒരു ടാക്ടിക് എന്താണെന്നുള്ളത്. അപ്പം ഇതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇപ്പം ആ കൂട്ടത്തിൽ തന്നെ ഇപ്പം മോദി വന്നിട്ട് കേക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ മോദി കുർബാനക്ക് പങ്കെടുക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതേ സ്ഥാനത്ത് തന്നെ ഇപ്പുറത്ത് സ്ലീപ്പർ സെല്ലുകൾ ഈ പറഞ്ഞവന്മാരുടെ ഈ പറഞ്ഞ പുൽക്കൂട് തകർക്കാനും അല്ലെങ്കിൽ ഡെക്കറേഷൻസ് തകർക്കാനും അല്ലെങ്കിൽ കരോൾ അടിക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത് തന്നെ നമ്മൾ കണ്ടു അല്ലേ? നമ്മുടെ പാലക്കാട് നടന്ന കാര്യം എന്തൊക്കെ നമ്മൾ കണ്ടു. ഇതിനൊക്കെ ന്യായീകരിച്ച് വരുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും രസം തോന്നിയിട്ടുള്ളത് അത് BJPയുടെ ഇത്തിക്കണ്ണി പോലത്തെ ചെറിയ എന്താ പറയുക കുട്ടി മിത്രങ്ങൾ വരെ ഇതിനെ ന്യായീകരിച്ചിരുന്ന വീഡിയോ കാണുമ്പം നമ്മൾ അന്തം വിട്ടുപോട്ടു. ഇവരുടെ ഒരു അവസ്ഥ, ഇവരുടെ ഒരു ചിന്താഗതി ഇത്ര വൾഗറാണ്. അതായത് 10, 14, 12 വയസ്സുള്ള പിള്ളേർക്ക് കഞ്ചാവ് കൊടുത്തിട്ട് കരോളിന് വിട്ടതാണെന്ന് വരെ BJPയുടെ കുട്ടി നേതാക്കൾ വന്ന് പറഞ്ഞേ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെ മൂത്ത നേതാവായിട്ടുള്ള കൃഷ്ണകുമാരന്മാരെ പോലത്തെ കുമാരനും ഷൊണ്ണനെ പോലത്തെ ചെള്ളുകളും വന്നിട്ട് പറയുന്നത് അത് തന്നെയാണ്. പിള്ളേർക്ക് കള്ളും കഞ്ചാവും കൊടുത്തിട്ടാണ് കരോളിന് വിട്ടത് എന്നുള്ളത്. അപ്പം ഇത് കേൾക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞല്ലോ, പൊട്ടന്മാരാണ്. ഇമാതിരി പരിപാടികളൊക്കെ പറയുന്നത് കാണിക്കുന്ന പൊട്ടന്മാരാണ്. ഈ ചെറിയ പൊട്ടന്മാർ വലിയ പൊട്ടന്മാരായിട്ടാണ് ചന്ദ്രശേഖരനെ പോലത്തെ പൊട്ടന്മാരാകുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷൊണ്ണനെ പോലത്തെയും ബാക്കിയുള്ള പൊട്ടന്മാരൊക്കെ ആയി വരുന്നത് ഈ പൊട്ടന്മാരെ കൂട്ടത്തിൽ കൂടി തന്നെയാണ്. അതും നമ്മൾ ഇന്നലെ കണ്ടു. അങ്ങനെ ഒരു പൊട്ടത്തി പറഞ്ഞിട്ടുള്ളൊരു കാര്യം നമ്മൾ ഇന്നലെ കണ്ടു. റീസെന്റ് ആയിട്ട് കേരളത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ഒരുപോലുള്ളതുമായിട്ടുള്ള 2 ഇൻസിഡന്റ്സിനെ പറ്റി പറയാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ചൊരു കരോൾ സംഘത്തെ BJP പ്രവർത്തകർ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ വളരെയധികം വൈറലാവുകയും അത് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയിലെ കമ്മികളും വളരെയധികം ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ബട്ട് കോക്കനട്ട് ഈസ് ദിസ് എന്ന് വിചാരിച്ച് എന്താണ് സത്യം എന്നറിയാനായിട്ട് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് പതിവ് പോലെ ഇത്തവണയും തെറ്റിയില്ല കമ്മികളുടെ പതിവ് ഡ്രാമ. ആക്ച്വലി ആ കരോൾ സംഘവുമായിട്ട് പാലക്കാട് രൂപതയ്ക്കോ അവിടുത്തെ ക്രിസ്ത്യൻസിനോ അവിടുത്തെ പള്ളികൾക്കോ ഒന്നും യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് സത്യം. പള്ളിക്കാരുമല്ല, പാലക്കാട് രൂപതയിൽപ്പെട്ട പള്ളികളിൽ നിന്നും അല്ല ഇത് പോയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയായിരുന്നു എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. പിന്നെ ഈ കരോൾ സംഘം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ വൈറൽ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് കണ്ടവർക്കറിയാം. ആ വീഡിയോയിൽ കാണുന്ന ഒരു ഡ്രമ്മ്, ആ ആക്രമണത്തിനിടയിൽ ഏകദേശം പൊട്ടിത്തകർന്ന രൂപത്തിലാണ്. ആ ഡ്രമ്മിന്റെ സൈഡിൽ CPM എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് സഖാക്കളെ, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഇത്രയും വലിയ ഡ്രാമ കളിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ആ ഡ്രമ്മിലെ പേരെങ്കിലും ഒന്ന് മാറ്റി എഴുതാമായിരുന്നു. ഇനി ഇങ്ങനത്തെ തേർഡ് റേറ്റ് പരിപാടിയായിട്ട് ഇറങ്ങുമ്പോൾ വാടകയ്ക്ക് എടുക്കുന്ന ഡ്രമ്മായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പക്ഷെ ഇത് തമാശയ്ക്ക് എടുക്കേണ്ട ഒരു കാര്യമല്ല. കേരളത്തിൽ പലയിടങ്ങളിലും ഇതുപോലെ BJPക്ക് ശക്തിയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ BJPയുടെ വാർഡ് മെമ്പർമാരുള്ള വാർഡുകളിൽ ഇതുപോലുള്ള ചില സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പള്ളിയോ പള്ളിക്കാരോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത, എന്നാൽ CPM കഞ്ചാവ് കൊടുത്ത് വളർത്തിയ പിള്ളേര് സെറ്റ് ഇതുപോലുള്ള പലയിടങ്ങളിലും ചെന്നിട്ട് പല വീടുകളും കയറി കരോൾ സംഘം എന്നുള്ള പേരിൽ 100, 200, 300 രൂപയൊക്കെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതിനെ ചോദ്യം ചെയ്യാൻ നാട്ടുകാർ ചെന്നപ്പോഴാണ് അത് BJPയും കരോൾ സംഘവുമായിട്ടുള്ള സംഘർഷമായിട്ട് ഇവർ ചിത്രീകരിച്ചു. അപ്പോൾ ഇവരുടെ കയ്യിൽ നമ്മൾ ഇതിനേക്കാൾ വലുതും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കോടിയേരി എരന്ന് അല്ലെങ്കിൽ പുഴുത്ത് ചത്ത പോലെ തന്നെ പിണറായിയും ചാവും എന്ന് പറഞ്ഞ ഈ ദിവ്യ നാവുള്ള മോളുടെ വായിന്ന് ഇതൊന്നല്ലാതെ ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള വലിയ ചിന്തകളും നമ്മൾ കാണേണ്ട കാര്യമില്ല. ഇവളും ഇത് തന്നെ പറയും, ഇവളുടെ നേതാക്കന്മാരും ഇത് തന്നെ പറയും. ഇതാണ് നമ്മുടെ നാട്ടിൽ കണ്ടത്. അപ്പം ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ കഴിയുന്നതോടുകൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഇവിടെ അങ്ങോട്ടുള്ള ക്രിസ്മസുകൾ അത്ര സുഖകരമായിരിക്കില്ല ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾക്ക് എന്ന് ഓർത്ത് വെച്ചാൽ വളരെ നല്ലതാണ്. നോക്കുക, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈസ്റ്ററും ഒക്കെ ഇനി വരാനുണ്ടല്ലോ. ക്രിസ്മസിന് ഇനി ഒരു വർഷം കൂടെ കഴിയണം. ഇനി വരുന്ന ഈസ്റ്ററും മറ്റ് പരിപാടികളൊക്കെ വരുന്ന സമയത്ത്, പെസഹയൊക്കെ വരാനുണ്ട്. ഒക്കെ വരുന്ന സമയത്ത് ഇവന്മാർ ഏത് രീതിയിലാണ് അടുത്ത ലീവുകൾ കട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത അടി പിടി വെടി ഒക്കെ ഈ പറഞ്ഞ പാർട്ടി എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞിനെ കാണാം. അപ്പം ഇനി ന്യൂ ഇയറിന് എന്തൊക്കെ കോലാഹലങ്ങളാണോ ഈ വേട്ടവളിയന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇവന്മാരുടെ ഒക്കെ മനസ്സിലായി ന്യൂ ഇയർ വരെ ക്രിസ്തു ഉണ്ടാക്കിയിട്ടുള്ള എന്തോ ഒരു സംഭവം എന്നുള്ള തോന്നലുണ്ട്. കാരണം നമ്മളെപ്പോഴും പറയില്ല മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞത് ഇത് ക്രിസ്ത്യാനികളുടെ എന്തോ ഒരു സാധനമാണെന്ന് വിചാരിച്ച് നടക്കുന്ന പാവം ചങ്കിക്കുട്ടന്മാരാണ് നമ്മുടെയൊക്കെ നാട്ടിലുള്ളത്. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ, നമുക്ക് നോക്കാം ബാക്കി എന്താ വരാൻ പോകുന്നത്.